Hello friends, എല്ലാവർക്കും കുക്കിംഗ് ടെക്കിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് വാഴയില വെച്ചിട്ട് ഒരു കിടിലൻ തോരൻ. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ പറഞ്ഞാൽ അത് ഉപ്പേരി എന്നാ പറയുക. പാലക്കാടുകാർക്ക് നിങ്ങളുടെ തോരൻ എന്ന് പറയുന്നത് ഉപ്പേരി ആട്ടോ. അപ്പോൾ നമ്മുടെ പല ഭാഗങ്ങളിൽ കേരളത്തിൽ പല ഭാഗങ്ങളിൽ പല പേരായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ വാഴയില വെച്ചിട്ടൊരു ഉപ്പേരിയാണ് അല്ലെങ്കിൽ ഒരു തോരനാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നമ്മൾ ആ വാഴയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ റംബൂട്ടാനൊന്നും ഇല്ല വീട്ടിൽ, അതുകൊണ്ടാണ് നമ്മൾ റംബൂട്ടാൻ മാറ്റി വെച്ചിട്ട് വാഴ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മേക്കിംഗ് വീഡിയോയിൽ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വാഴ വെട്ടാൻ പോകും കേട്ടോ. വാഴ ഫുള്ളായിട്ടല്ല, വാഴയുടെ ചെറിയ ഇലയാണ് നമ്മൾ നോക്കി വെട്ടാൻ പോകുന്നത്. വലിയ ഇലയൊന്നും ആവശ്യമില്ല. ഈ ഇങ്ങനെ കുനിന്ത് എന്നൊക്കെ പറയും, ചെറിയ ടൈപ്പ് അല്ല. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് കേട്ടോ. നമുക്കിതിങ്ങനെ കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ ഭാഗം നമുക്ക് നോക്കി വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടോ, അപ്പോൾ ഈ രണ്ടെണ്ണം മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ആദ്യം ഇത് മുറിക്കാം. അപ്പോൾ നമുക്കിത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് നല്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നല്ല വൃത്തിയായി കഴുകിയെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അതിനുള്ള എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് തോട്ടത്തിൽ നിന്ന് വളരുന്നതല്ലേ. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയായി നമ്മൾ മുറിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച മൊത്തം ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ വല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചത്തുവാനാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതിപ്പോൾ ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പ്ലേറ്റിൽ നമ്മൾ ആവശ്യത്തിന് സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഗാർലിക്ക്, ഇത് മൂന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ട് അത് ചൂടാവുന്ന ടൈം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കാനിടാം. അപ്പോൾ കടുക് ചെറുതായി ഒന്ന് പൊട്ടി വരുന്ന ടൈം നമ്മൾ അതിലോട്ട് കുറച്ച് ഇതുപോലെ പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പരിപ്പ് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. നമ്മളപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബ്രൗണിഷ് നിറം വരണം, അതുവരെ നമ്മളിങ്ങനെ ചെറുതായി ഇളക്കണം. ഒരുപാട് ബ്രൗൺ ആവരുത്, അപ്പോൾ കരിഞ്ഞു അത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും ഒരു ബ്രൗണിഷ് നിറവും ഇത്. കണ്ടോ, ഒരു തരം ബ്രൗണിഷ് നിറമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നമ്മുടെ ഗാർലിക് ആദ്യം ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക്, അതിന് ശേഷം നമ്മുടെ സവോള, ഇത് മൂന്നും കൂടെ ചട്ടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ബ്രൗണിഷ് നിറമാണോ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, നമ്മുടെ അമ്മയാണെന്ന് ഉണ്ടാക്കി തരണം കേട്ടോ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം ഇളക്കി ഏകദേശം ഇങ്ങനെ ഒരു ബ്രൗണിഷ് നിറമായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ നമ്മുടെ ഇലയുണ്ടല്ലോ, വാഴയില, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എരിവനുസരിച്ചിട്ട് മാറ്റം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ചെറുതായി ഒന്നിങ്ങനെ വഴഞ്ഞു വരണം അത്. ഇപ്പോൾ ഇളക്കി ഒന്നിങ്ങനെ വാടിയ മാതിരിയാവും. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഇളക്കി ഏകദേശം ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ കുറച്ച് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിന് മുകളിലോട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇളക്കാം. ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. വെള്ളവും ഉപ്പും കൂടെ ആകുമ്പോൾ നല്ല ഈസിയായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പോ മൂടി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ടൊന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ ഒരു 5 to 6 മിനിറ്റിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം നന്നായി കുറച്ചും കൂടെ വാടി വന്നൊരു ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചിരകി വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് തേങ്ങ ചിലപ്പോൾ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക.
ഞങ്ങളിപ്പോൾ തേങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ വാഴയിൽ ഉപ്പേരി റെഡി ആയിരിക്കാൻ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇനി ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്നാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീഡിയോ കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.